ആനന്ദദീപം ആഗതാനിൽ കരുണാനിധി നീ ചൊരിയണമേ ഹൃദയവാതിൽ തുറന്നു നീ അറിവിൻ വെളിച്ചം നുകരുവാൻ. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ കേരളത്തിൻ്റെ മഹാചരിത്രമായി മാറിയ മാമാങ്കം കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിന് മുമ്പ് മുതൽ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവം, മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവം. ഇതിൻ്റെ സ്മരണാർത്ഥം തിരുനാവായ റീ എക്കോയും കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി സാംസ്കാരിക സംഘടന എന്ന് പറയാം, അതിൻ്റെ ചെയർമാനാണ് ശ്രീ ഉമ്മർ ചിറക്കൽ. റീ എക്കോ അഡ്വൈസർ ബോർഡ് അംഗമായ ശ്രീ കായക്കൽ അലിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയ ശ്രീ ലത്തീഫിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പള്ളിയറ ശ്രീധരൻ എന്ന മനുഷ്യനാണ്. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക. പക്ഷേ ഇതൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്കുള്ള ആവേശമുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. മാമാങ്കം എന്ന സിനിമയിൽ അഭിനയിച്ച ഒരാളുണ്ട്. നിങ്ങൾ മാമാങ്കം കണ്ടിക്കണോ? അതിൽ ഏറ്റവും പ്രായമുള്ള മുടി കെട്ടിയിട്ട് പ്രധാന യോഗം നടക്കുമ്പോഴൊക്കെ മിണ്ടാട്ടില്ലാതെ വഡോദരൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ. അത് റിയക്കോ എന്ന ക്ലബിലുള്ള മഹാത്മ്യമായിട്ടാണ് എന്നെ അതിലേക്ക് തിരഞ്ഞെടുത്തത്. റിയക്കോ എന്ന് പറഞ്ഞ ക്ലബ്ബ് 33 വർഷമായി ഈ വക ധീരചരിതങ്ങൾ വളരെ സവിസ്തരം കുട്ടികളുടെ മുന്നിലേക്ക് കൊടുക്കുന്നൊരു സംഘടനയാണ് റിയക്കോ. അതിൻ്റെ ഉമ്മർ ചിറക്കലാണ് നിങ്ങളുമായിട്ട് മുന്നേ സംവദിച്ചത്. ടീച്ചർ പറഞ്ഞില്ല നവംബർ 1-ാം തീയതി അത് കണ്ടിരുന്നില്ലേ? അപ്പോൾ ധീരമായ ഞങ്ങളുടെ ചില ചരിത്രങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്ക് കിട്ടാത്ത പലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ പലതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഇരിക്കണം ഞങ്ങളൊക്കെ ഇല്ലായ്മ അറിഞ്ഞവരാണ് കൂട്ടരെ. ഇല്ലായ്മ ഒന്ന് പറഞ്ഞേ, ഇല്ലായ്മ ഇല്ലായ്മ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം എന്താ അറിയോ? ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ലാതിരിക്കുമ്പോഴാണ് അത് അതിജീവിക്കാനുള്ള, അത് നേടിയെടുക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവുക. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതിന് അതിജീവിച്ച് വന്നവരാണ് നിങ്ങളുടെ മുന്നിലുള്ളവരൊക്കെ. ഇപ്പോൾ നമ്മുടെ ലത്തീഫ് സാഹിബ് പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ ഒന്നാണെന്നും മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് എല്ലാ വിജയത്തിൻ്റെയും പിന്നിലുള്ളതെന്നും എല്ലാ ഉന്നത സ്ഥാനങ്ങളിലേക്ക് മനുഷ്യർക്ക് കടന്നു കയറണമെങ്കിൽ സമൂഹത്തിൽ ഐക്യം വേണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് മാമാങ്കം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകിയിരുന്നത്. കാലം കഴിയും തോറും നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവുമൊക്കെ കുറഞ്ഞു പോകുന്നു എന്നത് വലിയ ഒരു വെല്ലുവിളിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തുള്ളതുപോലെ സഹപാഠികൾ തമ്മിലുള്ള ഒരു ഹൃദയബന്ധം ഇന്നില്ല എന്ന് എല്ലാവരും പരാതിപ്പെടുന്നത് കാണാം. അതുപോലെ മനുഷ്യർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അവരൊക്കെയുള്ള സൗഹൃദവും സ്നേഹവും എല്ലാം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ എല്ലാം പേരിനാകുന്നു, എല്ലാം കാട്ടിക്കൂട്ടലുകളാകുന്നു എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകോത്തരമായിട്ടുള്ള ഈ ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ നിലനിൽക്കാൻ ഇവിടെ കാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് റിയക്കോ എന്ന് പറയുന്ന ഈ കൊച്ചു സംഘടന. സാധാരണക്കാരനായിട്ടുള്ള നിത്യ ജോലിക്ക് പോകുന്ന ആളുകളായിട്ട്, ഇപ്പോൾ നമ്മളെ ലത്തീഫ് കുറ്റിപ്പുറമൊക്കെ, ഇദ്ദേഹം മാമാങ്കം എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. അതിലെ ഒരു ആക്ടറായിട്ടുള്ള അദ്ദേഹമാണ് നമ്മളെ വേദിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ പരിപാടി ചെങ്ങൈ നമ്പ്യാർ എന്നൊരു വാക്ക് പോലും ഒരുപക്ഷെ ആർക്കും അങ്ങനെ അറിയാൻ സാധ്യതയില്ല. ഈ അടുത്ത കാലത്ത് നിവിൻ പോൾ എന്തോ പറയുന്ന സിനിമാ താരം, ആ നിവിൻ പോൾ സിനിമാ താരം ആയിക്കൊണ്ട് ഒരു നായകനായിക്കൊണ്ട് ചെങ്ങൈ നമ്പ്യാർ എന്ന സിനിമ ഇറക്കണം എന്നൊക്കെ അഭിപ്രായം വന്നിരുന്നു. പിന്നീട് മാമാങ്ക സിനിമ വന്നതോട് കൂടിയിട്ട് അത് കേട്ടിട്ടില്ല, ഇനി ഇറങ്ങുമെന്ന് അറിയില്ല. നമ്മളെപ്പോഴും പഠിക്കാറുള്ളത്, പാഠപുസ്തകത്തിൽ പഠിക്കാറുള്ളതൊക്കെ അല്ലെങ്കിൽ കേട്ടറിവുള്ളതൊക്കെ ചാവേറുകൾ എന്ന് പറയുമ്പോൾ വള്ളുവനാട് രാജാവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ചാവേറി എന്നുള്ളൊരു ഭാഷ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട്, പെരുമ്പടപ്പ് എന്ന് പറയുന്ന പൊന്നാനിക്കപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. പെരുമ്പടപ്പ് വലിയ ഒരു ഉത്തമ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെയായിരുന്നു ആദ്യകാലത്ത് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം. പിന്നീട് സാമൂതിരി ഈ പ്രദേശം കൈയടക്കിയപ്പോൾ ഇവരെ ആക്രമണം
ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഇവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് പോയി. അന്ന് കൊച്ചി എന്നുള്ള ഭാഷയില്ല. കൊച്ചി എന്ന ഭാഷ വരുന്നത് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരാണ് അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത്. കൊച്ചി കൊച്ചി വരുന്നത്.